സുപ്രഭാതം. ട്രഡീഷണലി കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിങ്കളാഴ്ചയാണ്, തിരുവാതിരയാണ്. പൗർണമി ദിവസമാണ് സാധാരണയായി തിരുവാതിര വരുന്നത്. തിരുവാതിര മഹാദേവൻ്റെ ജന്മദിനം ആയാണ് കണക്കാക്കുന്നത്. അതല്ല, ശിവൻ്റെയും പാർവതിയുടെയും കല്യാണം നടന്നത് തിരുവാതിരയിലാണെന്നും പറയുന്നു. കല്യാണം നടന്നതിൻ്റെ സന്തോഷത്തിൽ പാർവതി ദേവി ശിവഭജനം നടത്തിയും പഴവർഗ്ഗങ്ങൾ ഭക്ഷിച്ചും ഉറക്കമൊഴിഞ്ഞും നീരാടിയും കേശാലങ്കാരങ്ങൾ നടത്തിയും മുറുക്കിയും അന്നേ ദിവസം ആഘോഷപൂർവ്വം കൊണ്ടാടിയതാണ് തിരുവാതിര എന്ന് പറയപ്പെടുന്നു. സുമംഗലികളായുള്ള സ്ത്രീകൾ നെടുമാംഗല്യത്തിനും നല്ല ദാമ്പത്യത്തിനും കുട്ടികൾക്കും വേണ്ടിയും വിവാഹിതരാകാത്ത സ്ത്രീകൾ വിവാഹം നടക്കുന്നതിന് വേണ്ടിയും നല്ല ഭർത്താക്കന്മാരെ ലഭിക്കുന്നതിന് വേണ്ടിയുമാണ് തിരുവാതിര നോമ്പ് നോൽക്കുന്നത്. രാവിലെ ബ്രഹ്മമുഹൂർത്ത പൂജയുടെ കൂടെ തന്നെ ഭഗവാന് വേണ്ടിയുള്ള പൂജകളും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. വിളക്ക് കൊളുത്തി അഭിഷേകമൊക്കെ ചെയ്തു. ആദ്യം ഗണപതിക്കും പിന്നീട് കുലദൈവങ്ങൾക്കും ധൂപാരാധന ചെയ്തു പൂക്കൾ സമർപ്പിച്ചു. അത് കഴിഞ്ഞ് ഭഗവാന് ധൂപാരാധന ചെയ്തു. ഭസ്മവും പനിനീർ പൂക്കളും കൊണ്ടാണ് ഇന്ന് അർച്ചന ചെയ്തത്. അതിനുശേഷം ബാക്കി എല്ലാവർക്കും ധൂപാരാധന ചെയ്തു, പൂക്കൾ സമർപ്പിച്ചു, നിവേദ്യവും താമ്പൂലവും നൽകി, ദീപ ആരതിയും കർപ്പൂര ആരാധനയും ചെയ്തു. ബ്രഹ്മമുഹൂർത്ത പൂജ സന്തോഷത്തോടെ ചെയ്തു തീർത്തു. പൂജ ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി നിവേദ്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഭഗവാന് ഇഷ്ടപ്പെട്ട വെള്ള നിവേദ്യവും നെയ്യും പപ്പടം പായസം ഇഡലി ചമ്മന്തി ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഭഗവാന്റെ ജന്മദിനമല്ലേ, നമ്മുടെ ജന്മദിനം ഇതിലും കേമമായിട്ടല്ലേ നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ഭഗവാന് വേണ്ടി ഇത്രയെങ്കിലും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. രാവിലെ ആയതുകൊണ്ട് ഇത്രയേ ചെയ്യാൻ സാധിച്ചുള്ളൂ. എങ്കിലും വളരെ വളരെ സന്തോഷം. അടുത്ത പ്രാവശ്യം ഇതിലും നന്നായി എനിക്ക് ചെയ്യാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് പൗർണമിയും കൂടിയാണല്ലോ. പൗർണമി പൂജ സാധാരണ വൈകിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷേ തിരുവാതിര ആയതുകൊണ്ട് എല്ലാവരും കൂടി വൈകിട്ട് ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാനും ദുർഗാദേവിക്കും നെയ്വിളക്കൊക്കെ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ തിരുവാതിര ആഘോഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. എല്ലാവർക്കും ശുഭദിനം. നന്ദി.